എന്തായാലും രാഹുലിന്റെ ഒരു വണ്ടി ഓടിക്കുന്ന അല്ലേ സ്റ്റാഫാണ്. അപ്പോൾ ചേട്ടൻ പേരെന്താ ബ്രോയുടെ? സുജിത്ത്. ഓക്കെ, ബ്രോയ്ക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട്? നമ്മൾ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂൾ ടൈം പറയുന്നല്ലോ, ആ ടൈമിൽ ഞങ്ങളിപ്പം ഒരു എഞ്ചിനീയർ ആയിരുന്നാലും ആരായിരുന്നു വീട്ടിൻ്റെ ഒരു ഉടമസ്ഥനായിരുന്നാലും ഞങ്ങളെ വിളിച്ച് അത്രയും പ്രഷർ തന്ന് നമ്മളത് ആ ഒരു മെറ്റീരിയൽ അവിടെ എത്തിക്കുക എന്നൊരു ചിന്ത മാത്രമേ അന്ന് നമ്മൾ നോക്കാറുള്ളൂ. കാരണം ഈ ടൈമിന് മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. അപ്പം ആ ഒരു ടൈം നമുക്കൊന്ന് ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ അതിനായി കറക്റ്റ് നമ്മൾ ആ ഒരു ഇതിൽ മേക്കപ്പ് ചെയ്തേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളിപ്പം അവർ പറയുന്നത് ഇന്ന സമയത്തൊക്കെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഒരു ഓപ്ഷൻ നോക്കിയാണ് അതിൽ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് നമ്മൾ പോയി കൊണ്ടുവരുമ്പോൾ അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽ ചിലപ്പോൾ അന്ന് ആ ഒരു ദിവസം ആ ഒരു ലോഡേ കാണത്തുള്ളൂ. നമ്മൾ അത് കൊണ്ടുവന്ന് അവരിപ്പോൾ ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇത് വിട്ടുണ്ട് കിടക്കണം. അപ്പം ആ ഒരു സൈറ്റ് നമ്മളെ കയ്യിൽ നിന്ന് ആ ഒരു ഭാഗം നമ്മൾ പോകുമ്പോൾ എന്താണ് അമ്മക്കും പറ്റുന്ന എന്താണ് അമ്മക്കും അന്നത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വിഷയങ്ങളായിട്ട് വരും. അപ്പം നമുക്ക് ഈ ഒരു ടൈം മാറി കിട്ടിക്കഴിഞ്ഞാൽ അമ്മക്കും അതിലൊരു ഇത് കിട്ടും, ഇളവ് കിട്ടി അമ്മക്കും അമ്മക്ക് എന്തെങ്കിലും അരിവടിക്കാനുള്ള ഇത് കിട്ടുകയും ചെയ്യും. വണ്ടിക്കും എന്തെങ്കിലും ഇതാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥ? കഴിഞ്ഞ മാസം എല്ലാവരും വീട്ടുകളിലായിരുന്നു. വണ്ടികളും എടുക്കാനാവുന്നതിന് നിവൃത്തിയില്ല. വണ്ടി എടുത്ത് തന്നെ നമ്മൾ റോഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയാൽ തന്നെ കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ കൊടുത്തായിരിക്കും വണ്ടീനെ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലെത്തിക്കേണ്ടത്. ആ ഒരു ഭാഗമായതുകൊണ്ട് കാരണം ആ ഒരു മഴയും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പം സ്വാഭാവികമായി നമ്മൾ ഈ നടന്നു പോണ സ്ഥലം തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും താരും ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളപ്പോഴത്തേക്കും അപ്പം നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ ഇതും എല്ലാവരും കൂടെ മാറിയപ്പോഴത്തേക്ക് ഇതേപോലെ ഈ അപകടവും റോഡിൽ തന്നെ നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു ആൾക്കാർ നമ്മളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു ജീവി വരുന്ന കണക്കാണ്. ഇല്ല ആനയൊക്കെ എന്താ പറയുന്നത് മതം പൊട്ടി വരുമ്പോഴത്തേക്കും ആൾക്കാർ വഴിമാറി പോണ കണക്കാണ് ഇപ്പൊ ടിപ്പറിനെ കാണുമ്പോൾ. അതിനുള്ള ആവശ്യം എന്താണ്? ഇതും വാഹനമാണ്, അത് കാറും വാഹനമാണ്. ടിപ്പറുകാര് തികച്ചും കുറ്റക്കാരല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതില് മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ ഒഴിഞ്ഞു പോയാലും നമ്മളിപ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാളിനെ വന്ന് നമ്മളെ ഒഴിഞ്ഞു പോയാലും അവരിങ്ങാട്ട് വന്ന് സംഭവിച്ചാലും കുറ്റം ടിപ്പറിനാണ്.